കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ നഗരം വെള്ളക്കെട്ടിലായി. കണ്ണാറയിൽ റൈസ് മില്ലിലേക്ക് വെള്ളം കയറി. തൃശൂർ DCC ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റായി പാർട്ടിയിൽ സജീവമല്ലാത്ത ആളെ നിയമിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ തടവുകാരൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി. നിർമ്മാണം ആരംഭിച്ച് 20 വർഷമായിട്ടും പൂർത്തിയാകാതെ പുല്ലഴി കണ്ണോത്ത് റോഡ്. നിർമ്മാണം പൂർത്തിയായാൽ വെങ്കിടങ്ങ് മേഖലയിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്ര സുഗമമാകും. അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കട ഉന്നതിയിൽ കാട്ടാനാക്രമണം. എടയാലത്ത് പറമ്പിൽ മധുവിന്റെ വീട്ടിലെ ബൈക്കും വൈദ്യുതി മീറ്റർ ബോർഡും ആന തകർത്തു. പാലപ്പള്ളി നടാംപാടത്ത് കാട്ടാനാക്രമണത്തിൽ ഊരുമൂപ്പന് പരിക്കേറ്റു. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 2ാം അംഗത്തിന് ഇന്നിറങ്ങും. യുറുഗ്വായെ സമനിലയിൽ തളച്ച് നവാഗതരായ കാബോ വെർദെ. തൃശൂർ നഗരത്തിലെ സ്കൂൾ പരിസരത്തെ തുറന്ന കാനുകളും സ്ലാബുകൾക്കിടയിലെ വിടവുകളും അപകടക്കെണിയാകുന്നു. സ്ലാബുകൾക്കിടയിലെ വലിയ വിടവിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. തിങ്കളാഴ്ച രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് തൃശൂർ നഗരം വെള്ളക്കെട്ടിലായി. തൃശൂർ ജനറൽ ആശുപത്രി പരിസരം മുതൽ ബിനി ജംഗ്ഷൻ വരെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇക്കണ്ടവാര്യ റോഡ്, വടക്കേ സ്റ്റാൻഡ് പരിസരം, ശക്തൻ സ്റ്റാൻഡ്, പാട്ടുരാക്കൽ എന്നിവിടങ്ങളിലും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാനകളുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം കാന നിറഞ്ഞാണ് വെള്ളം റോഡിലേക്ക് ഒഴുകിയത്. നടത്തറ വലക്കാവ് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെ തുടർന്ന് കണ്ണാറിയിൽ റൈസ് മില്ലിലേക്ക് വെള്ളം കയറി. കണ്ണാറ സ്വദേശി ജോർജ് കാക്കശ്ശേരിയുടെ മില്ലിലേക്കാണ് വെള്ളം കയറിയത്. മഴവെള്ളം ഒഴുകിപ്പോകാൻ കാനകൾ പോലുമില്ലാതെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. കലുങ്കുകളുടെ നിർമ്മാണവും പൂർത്തിയാകാത്ത സ്ഥിതിയാണ്. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ജോർജ് കാക്കശ്ശേരി പറഞ്ഞു. തൃശൂർ DCC ഓഫീസിൽ മറ്റത്തൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നിയമനത്തിനെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. മണ്ഡലം പ്രസിഡന്റായി നിയമിച്ച ഹസൻ പാർട്ടിയിൽ പോലുമില്ലാത്ത ആളാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. പ്രാദേശിക പ്രവർത്തകരുടെ കടുത്ത അതൃപ്തിയിലും ജോസഫ് ടാജറ്റ് ഒരു പ്രവർത്തന പരിചയവുമില്ലാത്ത ആളെ മറ്റത്തൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചുവെന്നാണ് പ്രവർത്തകരുടെ ആരോപണം. മണ്ഡലം പ്രസിഡന്റിനെ മാറ്റി നിർത്തുകയും നിലവിലുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് മാറ്റി നിർത്തി, അടിയിലുണ്ടായ DC സെക്രട്ടറിയെ മാറ്റി നിർത്തി, എല്ലാവരും മാറി നിൽക്കാൻ പറഞ്ഞു പാർട്ടി. അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ആ മണ്ഡലം പ്രസിഡന്റ് തന്നെയായിരുന്നു മണ്ഡലത്തിന്റെ ചാർജും ഇലക്ഷന്റെ കമ്മിറ്റിയുടെ ചെയർമാനും അദ്ദേഹമായിരുന്നു. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കൃത്യമായി അവിടെ വോട്ടുകളുടെ എണ്ണത്തിൽ വൻ ഭൂരിപക്ഷം ഉണ്ടായി. തുടർന്ന് വന്ന ഈ കാര്യങ്ങൾ, അതായത് പുതിയ മണ്ഡലം പ്രസിഡന്റ് എന്തിനു വെച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ DCCയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ നടക്കണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല. വിളിച്ചാൽ ഫോൺ എടുക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യാത്ത DCC പ്രസിഡന്റ് ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എന്താണ് വെച്ചാലുള്ള കാരണം? കഴിഞ്ഞ ഞാൻ കോൺഗ്രസിലേക്കും കോൺഗ്രസിന്റെയും പ്രവർത്തനമായിട്ട് 20 വർഷത്തിനടുത്തായി 20 വർഷമായിട്ട് ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം DCC പ്രസിഡന്റാണ്. DCC പ്രസിഡന്റ് അന്ന് 24 സ്ഥാനാർത്ഥികളിൽ 3 പേരെ ഇവിടുന്ന് നിയോഗിച്ച് വിടുകയും അവിടെ ചിഹ്നം കൊടുത്ത് അവിടെ മത്സരിപ്പിക്കാൻ നിർത്തുകയും
അങ്ങനെ ചെയ്തതുകൊണ്ടാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതും. പ്രതിഷേധക്കാരെ BJP പറഞ്ഞയച്ചതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് നിയമനത്തിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും ടാജറ്റ് പ്രതികരിച്ചു. തൃശൂർ ACP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. തടവുകാരൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രേഷ് ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന KK രാമചന്ദ്രൻ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നെന്മണിക്കര പുലക്കാട്ടുകര സ്വദേശി രേഷ് ബാബു റിമാൻഡിൽ കഴിയവെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മരിക്കുകയുമായിരുന്നു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും MLA സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മെയ് 26-ന് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച രേഷ് ബാബു ജൂൺ 3-നാണ് മരിച്ചത്. രേഷ് ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പരാതി നൽകിയിരുന്നു. തൃശൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ് കേസ് അന്വേഷിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച് 20 വർഷമായിട്ടും പൂർത്തിയാകാതെ പുല്ലഴി കണ്ണോത്ത് റോഡ്. നിർമ്മാണം പൂർത്തിയായാൽ വെങ്കിടങ്ങ് മേഖലയിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്ര എളുപ്പമാകും. ഇത് ചാവക്കാട് കാഞ്ഞാണി റോഡിലുള്ള വെങ്കിടങ്ങ് ജംഗ്ഷൻ. ഈ വെങ്കിടങ്ങിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകാൻ പറപ്പൂർ വഴിയാണെങ്കിലും കാഞ്ഞാണി ജംഗ്ഷൻ വഴിയാണെങ്കിലും 20 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കണം. എന്നാൽ ഇത്രയൊന്നും ദൂരമില്ലാതെ വെങ്കിടങ്ങിൽ നിന്ന് തൃശ്ശൂർ നഗരത്തിലേക്ക് 10 കിലോമീറ്റർ കൊണ്ട് എത്താവുന്ന ഒരു റോഡുണ്ട്, പുല്ലഴി കണ്ണോത്ത് റോഡ്. ഇതുവഴിയാണ് പുല്ലഴി കണ്ണോത്ത് റോഡിലേക്ക് പോവുക. ഇതിൽ പ്രധാന തമാശ, 2006-ലാണ് ആ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്, 20 വർഷം മുമ്പ്. ഇപ്പോഴും ആ റോഡ് സഞ്ചാരയോഗ്യമായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആ റോഡിലേക്ക് തന്നെ പോകാം. ഈ പുല്ലഴി കണ്ണോത്ത് റോഡ് കടന്നു പോകുന്നത് മണലൂർ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ്. ഏതാനും ഭാഗം വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെ പരിധിയിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് തർക്കത്തിലാണ്, ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഈ മണലൂർ മണ്ഡലത്തിൽപ്പെട്ട ഭാഗത്തിൽ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വീതിയുമുണ്ട്. എന്നാൽ അതല്ല തൃശ്ശൂർ മണ്ഡലത്തിൽപ്പെട്ട ഭാഗത്തിലുള്ള റോഡിൻ്റെ അവസ്ഥ. ഇതാണ് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള പുല്ലഴി കണ്ണോത്ത് റോഡിൻ്റെ അവസ്ഥ. ടാർ ചെയ്തിട്ടില്ല. ടാർ ചെയ്യുകയാണെങ്കിൽ ഈ തൃശ്ശൂരിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾക്ക് അത് ഗുണകരമാകും, പ്രദേശത്തുള്ള കർഷകർക്ക് ഗുണകരമാകും. അതുമാത്രമല്ല ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണിത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബജറ്റിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ MLAക്കായി ഈ റോഡിനായി 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇനി അതാണ് പ്രതീക്ഷ. എന്തായാലും എത്രയോ കാലത്തെ കാത്തിരിപ്പാണ് പുല്ലഴി കോൾപ്പടവ് സംഘം പ്രസിഡന്റ് ഗോപിനാഥ്. ഒരുപാട് കാലത്തെ, അതും 20 വർഷത്തെ കാത്തിരിപ്പ് ഒരു റോഡിനായി അല്ലേ? 20 വർഷമായി ഞങ്ങൾ ഈ പരിസരത്തുള്ള കർഷകർ അല്ലെങ്കിൽ പാടശേഖര സമിതികൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. ഇനിയെങ്കിലും ഇത് കറക്റ്റ് ടൈമിൽ നടത്തി കിട്ടുകയെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് വളരെ അനുകൂലമായി തീരും. കർഷകർക്ക് മാത്രമല്ല ടൂറിസം മേഖലയ്ക്ക് അത് അനുകൂലമാകും. തൃശ്ശൂരിലേക്ക് എത്തുന്നവർക്ക് അത് സമയം ലാഭിക്കാൻ പറ്റും, മറ്റു റോഡുകളിലെ തിരക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിലെല്ലാം പ്രധാനമായി ഉണ്ടാവുന്നത് കൃത്യമായ അനാസ്ഥ തന്നെയാണ്. 20 വർഷം ഒരു റോഡിനായി ഒരു നാട് കാത്തിരിക്കുക എന്നുള്ളത്. എന്തായാലും ഇനിയെങ്കിലും ഈ റോഡ് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നന്നായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടോനോടൊപ്പം മുകേഷ് ലാൽ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now.
Key OTT. One platform. 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds. SG Tower. പുത്തൻപള്ളിക്ക് പിൻവശം തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. പാലപ്പിള്ളി നടാമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മൂപ്പന് പരിക്കേറ്റു. കള്ളിച്ചിത്ര ആദിവാസി ഉന്നതിയിലെ മൂപ്പൻ മനക്കൽ വീട്ടിൽ 65 വയസ്സുള്ള ഗോപാലനാണ് പരിക്കേറ്റത്. ഉന്നതിക്ക് സമീപത്തെ തേക്കുതോട്ടത്തിൽ വിറകെടുക്കാൻ പോയ മൂപ്പൻ കാട്ടാനയുടെ മുന്നിൽപ്പെടുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് വീണ ഗോപാലൻ തിരിഞ്ഞോടുകയായിരുന്നു. തളർന്നു വീണ ഗോപാലിനെ ഓട്ടോറിക്ഷയിൽ വേലൂപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വാരിയലിന് ഒടിവും നെഞ്ചിൽ ക്ഷതവുമേറ്റ ഗോപാലൻ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പാലപ്പിള്ളി, കുണ്ടായി, പുല്ലിക്കണി നടാമ്പാടം മേഖലകളിൽ മാസങ്ങളായി കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം റോഡ് മുറിച്ചു കടന്ന ആനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ട യാത്രക്കാർക്ക് ഏറെ നേരം കഴിഞ്ഞാണ് കടന്നുപോകാനായത്. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റണമെന്നും വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും മലയോര ജാഗ്രതാ സമിതി കൺവീനർ EA ഓമൻ ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞെടുത്ത് കാട്ടാന. ബൈക്ക് തകർക്കുകയും വൈദ്യുതി മീറ്റർ ബോർഡ് അടിച്ചിടുകയും ചെയ്തു. വഞ്ചിക്കടവ് ഉന്നതിയിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. എടയാലത്ത് പറമ്പിൽ മധുവിന്റെ വീട്ടിലേക്കാണ് ആനയെത്തിയത്. ഇയാളുടെ മകന്റെ കല്യാണത്തിന് ശേഷമുള്ള വിരുന്നു സൽക്കാരമായിരുന്നു ഞായറാഴ്ച. ഇതിനെത്തിയ ബന്ധുക്കൾ മുറ്റത്തും റോഡരികിലുമായി സംസാരിച്ചു നിൽക്കുമ്പോഴായിരുന്നു ആനയുടെ വരവ്. ആളുകൾ ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി. മധുവിന്റെ മകൻ മിഥുന്റെ ബൈക്കാണ് ആക്രമിച്ചത്. തുടർന്ന് സമീപത്തെ വൈദ്യുതി വകുപ്പിന്റെ താൽക്കാലിക മീറ്റർ ബോർഡ് തകർക്കുകയും ചെയ്തു. ആന എണ്ണപ്പന തോട്ടത്തിലേക്ക് കടന്നുപോയി. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് കാട്ടാന കൃഷി നശിപ്പിച്ച പ്രദേശങ്ങൾ K. രാജൻ MLA സന്ദർശിച്ചു. വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് MLA പറഞ്ഞു. സോളാർ ഫെൻസിംഗ് മേഖലയിൽ അടിയന്തരമായി സ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്ന് MLA അറിയിച്ചു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസമായി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. സ്കൂൾ പരിസരത്തെ തുറന്ന കാനകളും സ്ലാബുകൾക്കിടയിലെ വിടവുകളും അപകടക്കെണിയാകുന്നു. തൃശൂർ നഗരത്തിലെ പ്രധാന സ്കൂളുകളുടെ പരിസരങ്ങളിലെ കാനകളിൽ പതിയിരിക്കുന്നത് പലവിധ അപകടങ്ങളാണ്. സ്ലാബിട്ട് മൂടാത്ത കാനയിൽ വീണ് മുൻപ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കാൽ ഒടിഞ്ഞത് നഗരമധ്യത്തിലെ സ്കൂളിന് മുന്നിലായിരുന്നു. ഇത് സംബന്ധിച്ച് അന്ന് TCB വാർത്ത നൽകുകയും മറയില്ലാത്ത കാനകൾ സ്ലാബിട്ട് മൂടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇട്ട സ്ലാബുകൾക്കിടയിലെ വിടവുകളാണിപ്പോൾ വില്ലനാകുന്നത്. കഴിഞ്ഞ ദിവസം സെന്റ് ക്ലേയേഴ്സ് സ്കൂളിന് സമീപത്തെ കാനയുടെ സ്ലാബുകൾക്കിടയിലെ വലിയ വിടവിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. സ്കൂളിന് പുറമെ ആശുപത്രി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഈ നടപ്പാതയിലൂടെ വിദ്യാർത്ഥികൾക്ക് പുറമെ നിരവധി കാൽനട യാത്രികരും ദിവസേന കടന്നു പോകുന്നതാണ്. സ്കൂൾ പരിസരത്ത് മാത്രം നിരവധി സ്ലാബുകളാണ് ഇത്തരത്തിൽ വിടവുകളോടെ സ്ഥിതി ചെയ്യുന്നത്. അല്പം മാറിയാൽ മറയില്ലാത്ത വലിയ കാനയുമുണ്ടെന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. നിസ്സാരമെന്ന് കരുതി അവഗണിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇടുന്ന സ്ലാബുകൾ കൃത്യമായി യോജിപ്പിച്ച് കാനകൾ മറച്ച് കാൽനട യാത്രികർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട്. അതിൽ നിസാരമല്ലാത്ത ശ്രദ്ധയും നടപടികളും മുൻകരുതലുമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. TCV തൃശൂർ. തൃശൂരിന്റെ സമഗ്ര വികസനത്തിന് തൃശ്ശിവപേരൂർ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് രാജൻ പല്ലൻ MLA ബജറ്റ് ചർച്ചയിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ബോംബെ, പൂനെ നഗരങ്ങളുടെ മാതൃകയിൽ തൃശൂർ നഗരത്തെ ട്വിൻ സിറ്റിയെ വികസിപ്പിക്കണമെന്നും തൃശൂരിൽ ലൈറ്റ് മെട്രോ നടപ്പാക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്തണമെന്നും MLA ആവശ്യപ്പെട്ടു. തൃശൂർ പൂരത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും പുലിക്കളി മഹോത്സവത്തിന് ഓരോ ടീമിനും 2 ലക്ഷം രൂപ വീതം സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും മണ്ണുത്തി അങ്കമാലി ലിങ്ക് ബൈപ്പാസ് പദ്ധതി അടിയന്തരമായി നടപ്പാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതീക്ഷ ഉയർത്തുന്ന ബഡ്ജറ്റാണ് സാർ ഇവിടെ അവതരിപ്പിച്ചത്. 10 കൊല്ലത്തെ വികസന മുരടിപ്പിന്റെ കാലം മാറി നവകേരള പുതുയുഗ യുഗത്തിന്റെ പ്രതീക്ഷകൾ നൽകുന്ന ബഡ്ജറ്റ് ആണ് സാർ ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചത്. സാർ, സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിൽ നേരിടുമ്പോഴും 1 രൂപ പോലും നികുതി വർദ്ധിപ്പിക്കാതെയുള്ള ബഡ്ജറ്റാണ് സാർ ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചത്. കൂടുതൽ ആവശ്യമുള്ള പ്രദേശമാണ് സാർ തൃശൂർ. സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധികന് തെരുവുനായയുടെ കടിയേറ്റു. മലപ്പുറം സ്വദേശി നന്നമുക്ക് ഇടയത്ത് വീട്ടിൽ ബാലനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഹോട്ടൽ ജോലിക്കാരനായ ഇയാൾ 20 വർഷത്തോളമായി ഗുരുവായൂരിലാണ് കഴിയുന്നത്.
സുഖമില്ലാത്തതിനെ തുടർന്ന് നടപ്പാതയിൽ വിശ്രമിക്കുമ്പോൾ നായ ഓടിവന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ബാലൻ പറഞ്ഞു. അവിടെ കിടക്കുകയായിരുന്നു, കാലുകൊണ്ട് നടക്കാൻ വയ്യാതെ അവിടെ കുറച്ചു നേരം കിടന്നു. അപ്പോഴാണ് നായ പെട്ടെന്ന് നായ വന്ന് കടിച്ചത്. വലത് ചെവിയിലാണ് കടിയേറ്റത്. നാട്ടുകാരും ടെമ്പിൾ പോലീസും ചേർന്ന് ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്ഷേത്രനഗരിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. രാത്രിയിൽ കാൽനട യാത്രികരെ ആക്രമിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്നും 6 വയസ്സുകാരൻ മുഹമ്മദ് അലനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും കണക്കാക്കാതെ ടെറസിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയ യുവാവിന്റെ ധീരതയ്ക്ക് അഭിനന്ദന പ്രവാഹം. ആലങ്കോട് പട്ടാംകുന്ന് വലിയകത്ത് അജ്മലിന്റെ സമയോചിത ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. ഞായറാഴ്ച രാവിലെ അജ്മലിന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് അലനെയാണ് തെരുവുനായ ആക്രമിച്ചത്. നായ കുഞ്ഞിനെ നിലത്തേക്ക് മറിച്ചിട്ട് ആക്രമിക്കുന്നത് ടെറസിലുണ്ടായിരുന്ന അജ്മലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു നിമിഷം പോലും പാഴാക്കാതെ താഴേക്ക് എടുത്തുചാടിയ അജ്മൽ നായയെ നേരിട്ട് കുഞ്ഞിനെ രക്ഷിച്ചു. ഇതിനിടെ അജ്മലിനും നായയുടെ കടിയേറ്റു. ബഹളം കേട്ട് ഓടിയെത്തിയ മദ്രസ അധ്യാപകൻ അഫ്സൽ ഇർഷാദിനും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. മൂവരും ചികിത്സ തേടി. മണാളത്ത് വളപ്പിൽ ഇസ്മായിലിന്റെ മകനാണ് 6 വയസ്സുകാരൻ മുഹമ്മദ് അലൻ. ഇസ്മായിലിന്റെ സഹോദരി പുത്രനാണ് 28-കാരൻ അജ്മൽ. അടുത്തടുത്ത വീടുകളിലായതിനാൽ ഇരുവരും സഹോദരങ്ങളെപ്പോലെ വളർന്നവരാണ്. അതേസമയം ആലങ്കോട് മേഖലയിൽ തെരുവുനായ ആക്രമണം തുടർക്കഥയാകുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെട്ടു. ഏതാനും ദിവസം മുൻപ് മറ്റ് 2 കുട്ടികൾക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. TCV കുന്നംകുളം. ചാവക്കാട് കടപ്പുറം അടിത്തിരുത്തിയിൽ യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടിത്തിരുത്തി ജുമാ മസ്ജിദിന് അടുത്ത് പുതുവീട്ടിൽ ഖാദറിന്റെ മകൾ 40 വയസ്സുള്ള ഖൈറുന്നീസയാണ് മരിച്ചത്. അയൽവാസിയുടെ വീട്ടിലെ കിണറിലാണ് മൃതദേഹം കണ്ടത്. തിങ്കളാഴ്ച രാവിലെ മുതൽ യുവതിയെ കാണാനില്ലായിരുന്നു. ചാവക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ ലക്ഷക്കണക്കിന് ചെമ്മീൻ കുഞ്ഞുങ്ങൾ ചത്തു. 15 ലക്ഷം രൂപയുടെ നഷ്ടം. പുല്ലൂറ്റ് നാരായണമംഗലത്ത് വലിയപറമ്പിൽ ഹുസൈന്റെ ചെമ്മീൻ കൃഷിയാണ് നശിച്ചത്. 40 ദിവസം പ്രായമുള്ള 4 ലക്ഷത്തോളം ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് പാടത്തുണ്ടായിരുന്നത്. ഇവയ്ക്ക് ഓക്സിജൻ നൽകുന്നതിനായി സ്ഥാപിച്ച വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനാകാതെ വന്നതിനെ തുടർന്നാണ് ചെമ്മീൻ കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചത്തത്. ഞായറാഴ്ച കൃഷിയിടത്തിലേക്കുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് KSEB ഓഫീസിൽ വിവരമറിയിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല. പുത്തഞ്ചിറ സെക്ഷൻ ഓഫീസിലെ KSEB ജീവനക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഹുസൈൻ പറഞ്ഞു. ഞങ്ങളുടെ KSEB കൊടുങ്ങല്ലൂർ നമ്പർ 2 ചാപ്പാറായിരുന്നു. അവര് നമ്മ ഏത് രാത്രി വിളിച്ചാലും ഇതിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അവർ വരണുണ്ടായിരുന്നു. ഞങ്ങളുടെ പുത്തഞ്ചിറ KSEB ആക്കിയതിനു ശേഷം ഇവരെ സർവീസ് വളരെ മോശം. ഇവരെ വിളിച്ചാൽ ഇവർ വരില്ല, ഫോൺ എടുക്കൂല, വിളിച്ചാൽ വരാന്ന് പറയും. ഇന്നലെ 7:30 മണിക്ക് കറണ്ട് പോയിട്ട്, ആ കാറ്റും മഴ വന്ന കറണ്ട് പോയിട്ട് ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ വരാന്ന് പറഞ്ഞു. 11:30 വിളിച്ചിട്ട് വന്നില്ല. എൻ്റെ കത്തിപ്പോയി. ഇതിന് ശേഷം ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ വരാന്ന് പറഞ്ഞു. ഇവർ വന്നില്ല. ലാസ്റ്റ് ഇവർ പറഞ്ഞ് ജമ്പർ കത്തിപ്പോയി, അത് ഇന്ന് നടക്കൂല, നാളെ ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞു. വ്യക്തിത്വം ഇല്ലാത്ത മറുപടിയാണ് അവർ പറഞ്ഞത്. ഈ ഓക്സിജൻ കൊടുക്കുന്ന എയറേറ്റർ ഒന്നും വർക്ക് ചെയ്തില്ല. വർക്ക് ചെയ്യേണ്ടെന്ന് ചെമ്മീനൊക്കെ ചത്തുപൊന്തി. വളർച്ചയെത്തിയാൽ ഏകദേശം 30 ലക്ഷം രൂപ വിലമതിക്കാവുന്ന ചെമ്മീനാണ് നശിച്ചത്. 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്തെ മറ്റു ചില ചെമ്മീൻ പാടങ്ങളിലും സമാനമായ രീതിയിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ജില്ലയിലെ റവന്യൂ വകുപ്പിലെ വനിതാ ജീവനക്കാരെ വിദൂര സ്ഥലങ്ങളിലെ ഓഫീസുകളിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. മാനദണ്ഡങ്ങൾക്കും കോടതി ഉത്തരവുകൾക്കുമെതിരായി ജില്ലയിൽ നടത്തുന്ന സ്ഥലം മാറ്റങ്ങൾ നിർത്തിവെക്കണമെന്നും നിലവിലെ ഉത്തരവുകളിലെ അപാകതകൾ തിരുത്തണമെന്നും സമരം ചെയ്ത വനിതാ ജീവനക്കാർ ആവശ്യപ്പെട്ടു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ VV ഹാപ്പി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പ്രസിഡന്റ് EK സുഷീർ അധ്യക്ഷത വഹിച്ചു. P ധനുഷ്, VH ബാലമുരളി, AM നൌഷാദ്, PP രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് വെളുത്തൂരിലെ മാനവ് സംഗീത വിദ്യാലയത്തിൽ ഒരുക്കിയ 100ഓളം പ്രതിഭകളുടെ ഹിന്ദുസ്ഥാനി സംഗീതാലാപനം വേറിട്ട സംഗീത വിരുന്നായി. ആസ്വാദകരുമായി സംവദിച്ചും ഗാനാലാപനം നടത്തിയും സംഗീതജ്ഞൻ രമേശ് നാരായണൻ സദസ്സിന്റെ മനം കവർന്നു. പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ട ഹിന്ദുസ്ഥാനി സംഗീത സദസ്സ് ഗായകർക്ക് അനുഗ്രഹീതരായ ഗുരുക്കൾക്ക് മുമ്പിൽ ആലാപന മികവ് പ്രകടിപ്പിക്കാനുള്ള അപൂർവ അവസരമായി. മാനവ് സംഗീത വിദ്യാലയത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നവരും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരും രമേശ് നാരായണനെ കാണാനും സംവദിക്കാനുമായി എത്തിയിരുന്നു. സംഗീതത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ചും തരണം ചെയ്യേണ്ട പ്രതിസന്ധികളെക്കുറിച്ചും അദ്ദേഹം സംഗീത പ്രേമികളുമായി സംവദിച്ചു. തുടർന്ന് രമേശ് നാരായണന്റെ ഹിന്ദുസ്ഥാനി സംഗീത ആലാപനം ആസ്വാദകരെ നിർവൃതിയിലാഴ്ത്തി. രമേശ് നാരായണന്റെ മകളും പിന്നണി ഗായികയുമായ മധുശ്രീ നാരായണന്റെയും സംഗീത സംവിധായകനായ ബേണിയുടെയും ആലാപനം സദസ്സിന് ഇരട്ടി മധുരമായി. KSCBയിൽ നിന്ന് വിരമിച്ച ശേഷം സംഗീതത്തിനായി ജീവിതം മാറ്റിവെച്ച സതീഷ് മാനവാണ് വ്യത്യസ്തമായ സംഗീത സദസ്സ് സംഘടിപ്പിച്ചത്. വരും വർഷങ്ങളിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിനായുള്ള സംഗീത സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് സതീഷ് മാനവ് പറഞ്ഞു. ഗായകൻ പണ്ഡിറ്റ് വിജയ് സൂർസെന്നാണ് സംഗീത സദസ്സിന് നേതൃത്വം നൽകിയത്. കൾച്ചറൽ ഡെസ്ക് TC. ദേശീയപാത ആമ്പല്ലൂർ മേൽപ്പാലത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ടു. തിങ്കളാഴ്ച വൈകിട്ടാണ് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടത്. 15 മിനിറ്റിന് ശേഷം ട്രയൽ റൺ അവസാനിപ്പിച്ച് റോഡ് അടച്ചു. മേൽപ്പാലത്തിന്റെ അവസാനഘട്ട നിർമ്മാണങ്ങളാണ് നടക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ മാസത്തിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം തീർക്കുമെന്നാണ് കരാർ കമ്പനി പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു ഭാഗത്തെ ഇരുപാതയിലും ടാറിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രതിസന്ധികളോട് പടവെട്ടി ഉന്നത വിജയം കൈവരിച്ച 26-കാരനായ അബ്ദുള്ളയുടെ അപ്രതീക്ഷിത വിയോഗം ബ്ലാങ്ങാട് ഗ്രാമത്തെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി. ബംഗളൂരുവിൽ വാഹനാപകടത്തിൽ മരിച്ച അബ്ദുള്ളയുടെ കബറടക്കം ബ്ലാങ്ങാട് കാട്ടിൽപ്പള്ളി ഖബർസ്ഥാനിൽ നടന്നു. TCV ചാവക്കാട്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ജില്ലാതല ഒളിമ്പിക്സ് ക്വിസ് മത്സരം VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. മത്സരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C സുമേഷ് നിർവഹിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ഒളിമ്പ്യൻ PR ശ്രീജേഷ് നിർവഹിച്ചു. ഒളിമ്പ്യൻ VK വിസ്മയ, സംസ്ഥാന സ്കൂൾ സ്പോർട്സ് കോർഡിനേറ്റർ അജിത് വർഗീസ്, ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് വർഗീസ്, സെക്രട്ടറി KR സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി പ്രിയ K ഉണ്ണികൃഷ്ണൻ ചുമതലയേറ്റു. 2012 അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറായി തൃശൂരിൽ ഔദ്യോഗിക സേവനം ആരംഭിച്ച പ്രിയ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ അസിസ്റ്റന്റ് എഡിറ്ററായും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഡയറക്ടറേറ്റിൽ സർക്കുലേഷൻ വിഭാഗം ഇൻഫർമേഷൻ ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 മുതൽ പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,430 രൂപ, പവന് 1,07,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. സംസ്ഥാനത്തെ കാലവർഷം സജീവമാകുന്നു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ നഗരം വെള്ളക്കെട്ടിലായി. കണ്ണാറയിൽ റൈസ് മില്ലിലേക്ക് വെള്ളം കയറി. തൃശൂർ DCC ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം.
മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റായി പാർട്ടിയിൽ സജീവമല്ലാത്ത ആളെ നിയമിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ തടവുകാരൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി. നിർമ്മാണം ആരംഭിച്ച് 20 വർഷമായിട്ടും പൂർത്തിയാകാതെ പുല്ലഴി കണ്ണോത്ത് റോഡ്. നിർമ്മാണം പൂർത്തിയായാൽ വെങ്കിടങ്ങ് മേഖലയിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്ര സുഗമമാകും. അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കട ഉന്നതിയിൽ കാട്ടാനാക്രമണം. ഇടയാലത്ത് പറമ്പിൽ മധുവിന്റെ വീട്ടിലെ ബൈക്കും വൈദ്യുതി മീറ്റർ ബോർഡും ആന തകർത്തു. പാലപ്പള്ളി നടാമ്പാടത്ത് കാട്ടാനാക്രമണത്തിൽ ഊരുമൂപ്പന് പരിക്കേറ്റു. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 2ാം അംഗത്തിന് ഇന്നിറങ്ങും. സമനിലയിൽ തളച്ച് നവാഗതരായ കാബോ വെർദെ. തൃശൂർ നഗരത്തിലെ സ്കൂൾ പരിസരത്തെ തുറന്ന കാനകളും സ്ലാബുകൾക്കിടയിലെ വിടവുകളും അപകടക്കണിയാകുന്നു. സ്ലാബുകൾക്കിടയിലെ വലിയ വിടവിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.